ഗായ്സ് നമസ്കാരം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ബാംഗ്ലൂരാണ് ഇപ്പം ഏറ്റവും കൂടുതലും നമ്മുടെ നാട്ടിലേക്കാണെങ്കിലും GCCയിലേക്കാണെങ്കിലും എക്സ്പോർട്ട് ക്വാളിറ്റി ക്ലോത്തിങ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഇന്നുള്ളതാ ഒരു സ്റ്റോറിലാണ്, ഇലാൻ എന്ന് പറയുന്ന ഇവർ ഹോൾസെയിലാണ്. ദാ അവരുടെ ഒരു ഷർട്ടാണ്. വലിയ പെരുന്നാളൊക്കെ തുടങ്ങിട്ടോ, ദാ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ടൈമായി. അപ്പം പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. അതേപോലെ തന്നെ പുതിയ ബ്രാൻഡ്സും എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഹായ്. നമസ്കാരം. പേരെന്തായിരുന്നു? മുഹമ്മദ് അഖിൽ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇലാൻ ബ്രാൻഡിനെ കുറിച്ച് ഒന്ന് പറയാം. എവിടെ കാണുള്ളത്, എങ്ങനെയാണ് പറഞ്ഞു തരാം. ಈಗ നമുക്ക് 3 ഔട്ട്ലെറ്റ് ഉണ്ട്. ഓക്കെ, കാലിക്കറ്റ്, കാസർഗോഡ്, ബാംഗ്ലൂർ. കാലിക്കറ്റ് സ്മോൾ, കാസർഗോഡ് ഉപ്പള ടൗൺ ಅಲ್ಲಿ, പിന്നെ ഇത് ബാംഗ്ലൂർ. ഓക്കെ, നിങ്ങൾക്ക് കന്നഡാണോ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ മലയാളമാണോ? എല്ലാം വരും. ഓക്കെ. ഇവിടെ വന്നിട്ട് കുറെ ആയോ? ബാംഗ്ലൂർ വന്നിട്ട് 3 years ആയി ഈ ഒരു ബ്രാൻഡ്. ഓക്കെ. മാനുഫാക്ചറിംഗ് എവിടെയാണ് കൂടുതൽ? ബാംഗ്ലൂർ. പിന്നെ ചൈന ഫാബ്രിക് എക്സ്പോർട്ട്. ഓക്കെ. അപ്പൊ പുള്ളി ഇട്ടിരിക്കുന്ന ഷർട്ടും ഇവിടുത്തെ കളക്ഷൻ തന്നെയാണ്. ഞാൻ ഇട്ട ഷർട്ടും ഞാൻ പൊതുവെ ഇടാറ് ഒരു എക്സൽ ആണ്, കുറച്ച് ലൂസ് ഉള്ളത്. അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങൾ ഫിറ്റ് ഉള്ള ഇടി, അതെല്ലാം മുണ്ടിന് അടിപൊളി സൂപ്പറായിട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞതാ. എന്റെ കറക്റ്റ് ഷേപ്പിലുള്ള ഒരു ഷർട്ട് ഇതാ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൈസൊക്കെ അതാ പെർഫെക്റ്റ് ആണ്. ഒരു കാര്യം, പിന്നെ ഈ ക്ലോത്തിന് എന്താ പറയാ, അങ്ങനെ എന്തെങ്കിലും? ഇത് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്, എംബ്രോയിഡ്. ഇപ്പൊ ഇത് മാർക്കറ്റിൽ ട്രെൻഡിങ്, ഹെവി ട്രെൻഡിങ് ആണ്. അതുപോലത്തെ സീസൺ സമ്മർ. അപ്പൊ ഫീൽ ഇക്കൊക്കെ അറിയാം. നമുക്കിപ്പം കേരളത്തിൽ ചൂട് കൂടുതലാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർ ഒരു ക്ലോത്തിങ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഷർട്ടാണ് നോക്കാറ്. അപ്പം നിങ്ങളൊരു ഹോൾസെയിൽ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ബ്രാൻഡ് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പർച്ചേസിങ്ങിന്റെ ടൈമിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻ ആണ് എംബ്രോയിഡറി. പെരുന്നാളിന് ഇതാ എല്ലാവരും മുണ്ടനാണ്, ഇപ്പം ഞാനും മുണ്ടനാണ്. അപ്പം പക്ഷേ ഇത് മുണ്ടിന് മാത്രമല്ല, ഇത് ശരിക്കും ഇമ്പോർട്ടഡ് ഷർട്ട്, എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കളക്ഷൻ. വേറെ എന്തൊക്കെയാണ് കളക്ഷൻ? പ്രീമിയം ഫസ്റ്റ് പോവാ, പ്രീമിയമിലേക്ക് പോലെ. ഓക്കെ, ഇതാണ് സ്റ്റിച്ച്ലെസ്. ഇതിന്റെ ഫീലിംഗ് സ്മൂത്ത് സാധനം, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണിത്. ഇത് ഒരു എക്സ്പോർട്ടഡ്. ഓക്കെ. ഇതിലെല്ലാം 5 കളേഴ്സ് വരും. എല്ലാത്തിലും കളേഴ്സ് 5-6 കളേഴ്സ് വരും അല്ലേ? ഓ പൊളി, നല്ല അടിപൊളി കളറാണല്ലോ. ഒരു ലക്ഷറി ഫീൽ കളറാണ്. പിന്നെ സമ്മർ കളക്ഷൻ, ഇപ്പൊ സമ്മർ ആയിക്കൊണ്ട് ലിനൻ അല്ലേ? ഇതൊക്കെ ഇങ്ങനത്തെ ലിനൻ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ സ്റ്റിച്ച്ലെസ് ഷർട്ട്സും ഇവരയില് കളക്ഷൻസ് ഉണ്ട്. അതല്ലാത്ത ഓൾഡ് സ്കൂൾ. ഓക്കെ, ഇതാണ് ഓൾഡ് സ്കൂൾ. ഓക്കെ, ഓൾഡ് സ്കൂൾ കളക്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു സ്റ്റോർ എന്ന് പറയുന്നത് ലൈക്ക് ഓരോരുത്തർക്ക് ഓരോ സ്റ്റോറിന് ഓരോ പ്രത്യേകത ഉണ്ട്. ചിലർക്ക് 30+ ആയിരിക്കും, ചിലർക്ക് 20+ ആയിരിക്കും, ചിലർക്ക് ഒരു 15+ ആയിരിക്കും. കാരണം കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് ആ രീതിയിലായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പർച്ചേസിംഗ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിലും എല്ലാ ഏജ് കാറ്റഗറിക്ക് പറ്റിയ കളക്ഷൻസും ഇവരയിലുണ്ട്. എല്ലാം ഡിഫറെന്റ്. ഇതൊക്കെ ഭയങ്കര തിന്നാണല്ലോ ക്ലോത്ത്. അപ്പൊ നമുക്കിപ്പം എന്താ പറയാ, ഒരു ലൈക്ക് നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഇപ്പൊ GCC കൺട്രീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിൻ ക്ലോത്ത്. കാരണം നമുക്കറിയാം ചൂട് ഈ രണ്ട് സ്ഥലത്തും ഒരേപോലെ കൂടുതലാണ്. ഇതിൽ തന്നെ ഇതൊക്കെ നല്ല ജീൻസിന് പറ്റിയൊരു കളക്ഷൻസാണ്. നിങ്ങൾ ഷർട്ട്സ് മാത്രമല്ലല്ലോ, ഷർട്ട്സ് പാന്റും ഉണ്ട് അല്ലേ? ഓക്കെ, അതേ പറഞ്ഞല്ലോ സമ്മേഴ്സ്ക്ക് ലിനൻ. ഇപ്പൊ ലിനൻ പാന്റ് ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതലും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ ഒരു എന്താ പറയാ, നിങ്ങളിപ്പോ എത്ര വാങ്ങി വെച്ചാലും നിങ്ങൾക്കത് മോശമാവില്ല, അല്ലെങ്കിൽ ഒരിക്കലും നഷ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം ലിനന്റെ പാന്റ്സ് അത്രയും നന്നായിട്ട് മാർക്കറ്റിൽ പോകുന്നുണ്ട്. ഗൂർഖ പാന്റ് ട്രെൻഡിങ്. അതെ, നമ്മളെല്ലാവരും ഇപ്പോൾ പരസ്യം കാണുന്ന, അഡ്വർടൈസ്മെന്റ് കൂടുതലായിട്ട് കാണുന്ന ഒരു പാന്റാണ് ഗൂർഖ പാന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ പേര് ഗൂർഖ ആണ്. സോ നമ്മൾ അറിയാത്ത പലരും ഉണ്ടാവും, അതും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഇതാണ് പാൻസ് വരുന്നത്. നമ്മൾ പാന്റ് ഇടുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഗൂർഖയിൽ കുറച്ച് ഡിഫറെന്റ് സ്ട്രെച്ചും ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഷർട്ട്സും പാൻസും ഇവരെ നിൽക്കാം. ജീൻസും ഉണ്ടോ? ഓക്കെ, നിങ്ങൾ തന്നെ മാനുഫാക്ചർ. ഇതിൽ മോം ഫിറ്റ്, ബാഗി, സ്ട്രൈറ്റ് ഫിറ്റ്, വൈഡ് ലെഗ് എന്ത് പറഞ്ഞു. ഓക്കെ. അപ്പൊ ജീൻസിലും ഇവരിലും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ പാൻസ് ഉണ്ട്. ഇതിപ്പം നമ്മൾ ഇട്ട ഷർട്ടാണ്. നമ്മൾ ഇട്ട ഷർട്ടിന്റെ സെയിം ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ്. ഇത് എന്ത് ക്ലോത്താ പറയാ? ഇത് പ്രീമിയം ക്ലോത്ത് ആണ്. ട്വില്ല് പറയാ. അപ്പൊ ഇതൊരു എന്താ പറയാ, ലൈക്ക് ഒരു കാണാൻ ഭയങ്കര ഷൈൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഞാൻ ഇട്ട ഷർട്ട്. ഇതിന്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ആണ്. അപ്പൊ ഇതിലിപ്പോ എത്ര കളേഴ്സ് ഉണ്ടാവും കൂടുതൽ? ഇതിലൊരു 10 കളേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു സാമ്പിൾസ് ആയിട്ടുള്ള ബ്ലാക്ക്, വൈറ്റ്, അതേപോലെ തന്നെ ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഡിസൈന്. ഇതിലിപ്പോ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക്സ് ആണ് വരിക. നന്നായിട്ടുണ്ട്, നല്ലൊരു ലക്ഷറി ഫീൽ തന്നെ ഇതിലുണ്ട്. ഇത് ലിനൻ അല്ലേ? ഓ
ഇതൊക്കെ ലിനൻ കളക്ഷൻസ് ആണ്. നമ്മളെ നാട്ടിൽ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സെലിബ്രേഷൻ പാർട്ടി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് കളക്ഷൻസ് ആണ് ഇവരിലുള്ളതൊക്കെ ഉണ്ട്. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലേ, പൊളി. ഓക്കെ, ഇപ്പം ഉള്ള ഒരു ട്രെൻഡിങ് കളക്ഷൻസ് മാത്രമേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഇനിയും എന്താ പറയാ, ഇവരിൽ ഒരുപാട്. എങ്ങനെയാണ് നിങ്ങളെ കളക്ഷൻസ് എപ്പോഴും ഡെയിലി അപ്ഡേറ്റ് വരും? ഡെയിലി അപ്ഡേറ്റ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. എപ്പോഴും എത്ര കളക്ഷൻസ് ഉണ്ടാവും? സാമ്പിൾസ് ഉണ്ടോ? ഒരുപാടുണ്ടോ? ഒരുപാടുണ്ടോ. ഒരു കസ്റ്റമർ എത്ര പീസ് മിനിമം എടുക്കണം? ലൈക്ക് 50 പീസസ്. 50 പീസ് എടുത്താൽ. അപ്പൊ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, ഓൺലൈനായിട്ട് അവർക്ക് ചെയ്യാം. ഓൺലൈൻ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കോൺടാക്ട് ചെയ്യും. അപ്പം നിങ്ങളിപ്പോ ഒരു ചെറിയ രീതിയിൽ ഒരു ക്ലോത്തിന്റെ ഒരു ഡ്രസ്സിന്റെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. 50 പീസ് പറയുമ്പോൾ ഒരു പീസിൽ എത്ര സൈസസ് ഉണ്ടാവും? 4 സൈസസ് വരും. ML XL 2XL. ഓക്കെ, അപ്പം ML XL 2XL ഈ ഒരു സൈസസിലാണ് ഇവരുടേത് വരുന്നത്. അപ്പം നിങ്ങളൊരു 50 പീസ് എടുത്തിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പെരുന്നാളിൻ്റെ ഒരു സമയമാണ്, വലിയ പെരുന്നാളിൻ്റെ ടൈമാണ്. എല്ലാവരും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഒരു ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ ചെയ്യണം ചിന്തിക്കുന്ന ആൾക്കാർ പലരുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിലും ഇവരിൽ അതിനനുസരിച്ചുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവർ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവരുടെ കളക്ഷൻസിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് കിട്ടും, അപ്ഡേറ്റ് കിട്ടും. അതേപോലെ തന്നെ ഞാൻ അവരുടെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ കാണുന്ന ഇപ്പൊ നോർമലി കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കളക്ഷൻസും വരയിലുണ്ട്. പിന്നെ വെറൈറ്റീസ് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? എന്തെങ്കിലും ഒന്ന്. കാരണം പുള്ളി സത്യം പറഞ്ഞാൽ കച്ചവടത്തിന്റെ ഇടയിൽ നിന്ന് ഞാൻ പിടിച്ചിട്ട് വീഡിയോന്റെ ഇടയിലേക്ക് കണ്ട് ഇട്ടതാണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ ഓക്കെ, ഇത് സ്ട്രൈപ്സ് നോക്കിയാലേ. വാവ്, നമ്മുടെ നാട്ടിൽ എന്നും ഒരു കോമൺ ആയിട്ട് പോകുന്ന ഒരു കളക്ഷനാണിത്. ആഹാ, ഇപ്പം ബാംഗ്ലൂരിൽ എങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഹെവി? കാരണം നമുക്ക് ബാംഗ്ലൂരിൽ ഇപ്പൊ ഇവിടെ കളിക്കുന്ന ഒരുവിധം കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നൈസ്. ഇതിലിതാ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി പ്ലെയിൻസിലാണെങ്കിൽ വെറൈറ്റീസ് ഉണ്ട്. ഡിജിറ്റൽ ചെക്സ് ഇതാണ് ഡിജിറ്റൽ ചെക്സ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലും നടക്കുന്ന ഒരു ബിസിനസ്സിൽ ഒന്നാണ് ക്ലോത്തിങ്. പുതിയ ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ക്ലോത്തിങ്. GCCയിലേക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോകുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിതാ ഹാഫ് സ്ലീവ്സ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഫുൾ സ്ലീവ്സ് ആണ് കൂടുതലും കണ്ടത്. ഇനി ഹാഫ് സ്ലീവ്സിലും കളക്ഷൻസ് ഉണ്ട്. ആഹാ, ഇത് കോഡ്രോയ്. വോ, പൊളി സാധനം. ഐഷ്, ആഹാ, ഓ, തിന്ന് ക്ലോത്ത്. ഈ ക്ലോത്തിന് എന്താ പറയാ? അങ്ങനെ എന്തെങ്കിലും പറയാം? അത് ക്രഷ് ആണെങ്കിലും ഭയങ്കര തിന്നായിട്ടുള്ള ക്ലോത്ത് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം ഞാൻ കാസർഗോഡും കോഴിക്കോടും പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ ഏറ്റവും ബെസ്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ റീസണബിൾ പ്രൈസിന് കിട്ടും. അപ്പം എന്തായാലും ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു ഡ്രസ്സിന്റെ ഒരു ക്ലോത്തിങ്ങിന്റെ ഷോപ്പുള്ള ഒരാളാണ്, അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു കൂടുതൽ കളക്ഷൻസ് വേണം, പാൻസും ഷർട്ട്സും ജീൻസിലൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ സ്റ്റോർ ഒന്ന് സുദാം നഗറിൽ വരുന്നുണ്ട്. ബാംഗ്ലൂരിലെ മെയിൻ ഏരിയ ആണ് സുദാം നഗർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലൈക്ക് സ്പേസ് മാളിന്റെ ഉള്ളിൽ കാലിക്കറ്റിലും കാസർഗോഡ് ഉപ്ലയിലുണ്ട്. ഞാൻ എന്തായാലും മൂന്ന് സെന്ററിന്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കളക്ഷൻസ് തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. ഇവരുടെ ബ്രാൻഡിന്റെ പേരിരുന്നത് ഇലാൻ എന്നാണ്. താങ്ക് യു. ഞാൻ നിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിച്ചു, കാരണം നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്ന് മൂപ്പരോട് ഒന്ന് വേഗം വരും, നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് തീർക്കാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു.